ഒരു ആഭ്യന്തരമന്ത്രി നാടിനൊപ്പം നടക്കുകയാണ്. ഏതെങ്കിലും രാഷ്ട്രീയ ആവശ്യം ഉന്നയിച്ചല്ല രമേശ് ചെന്നിത്തലയുടെ ഈ പോരാട്ടം. കേരളത്തെ കാർന്നു തിന്നുന്ന ഒരു വിപത്തിന് അന്ത്യം കുറിക്കാനാണ്. പോലീസ്, എക്സൈസ് സംവിധാനങ്ങൾ മാത്രം വിചാരിച്ചാൽ മയക്കുമരുന്ന് മാഫിയ സംഘങ്ങളെ തുടച്ചു നീക്കാൻ കഴിയില്ല. അതിനായി വൻ ജനകീയ മുന്നേറ്റം ഒരുക്കുകയാണ് ആഭ്യന്തരമന്ത്രി. കേരളത്തിൽ ഇതുവരെ ഒരു ആഭ്യന്തരമന്ത്രിയും ഈ ഒറ്റ ദൗത്യവുമായി ഇങ്ങനെ നാടുനീളെ നടന്നിട്ടില്ല. ഇതൊരു യുദ്ധമാണ്. ആ യുദ്ധം നമ്മൾ ജയിക്കുക തന്നെ ചെയ്യുമെന്ന് രമേശ് ചെന്നിത്തല കണ്ണൂർ വിഷനോട്. ഇതൊരു യുദ്ധമാണ്. ആ യുദ്ധത്തിൽ നമ്മൾ ജയിക്കും, ജനങ്ങൾ ജയിക്കും. നമ്മുടെ യുവതലമുറയെ രക്ഷിക്കാനുള്ള ഈ നീക്കത്തിൽ എല്ലാവരും പങ്കാളിയാണെന്ന് അഭ്യർത്ഥിക്കുന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇങ്ങോട്ട് മയക്കുമരുന്ന് എത്തുന്നത്. ആ വഴി അടക്കാനും ആഭ്യന്തരമന്ത്രി തന്നെ നേരിട്ടിറങ്ങി. ജനങ്ങൾ വിചാരിച്ചാൽ ഏതാ സ്റ്റോപ്പ് ചെയ്യാൻ കഴിയാത്തത്? ജനങ്ങൾ ഒരുമിച്ച് നിൽക്കുകയാണ്. കാരണം ഇതൊരു വലിയ ദുരന്തമാണ്. ഓരോ കുടുംബവും അനുഭവിക്കേണ്ട പ്രയാസമാണ്. അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് നിന്ന് ഇത് നമുക്ക് പരിപൂർണമായി കേരളത്തിൽ നിന്ന് ഒഴിവാക്കണം. ഇപ്പോൾ മാഫിയ സംഘം പതുക്കെ ഉൾവലിഞ്ഞിട്ടുണ്ട്. അത് വീണ്ടും തലപൊക്കാതിരിക്കണം. ആ ജാഗ്രത തുടരുമെന്നും രമേശ് ചെന്നിത്തല ഉറപ്പിക്കുന്നു. UDF സർക്കാരിന്റെ 2 മാസത്തെ വിലയിരുത്തുമ്പോൾ പ്രിയദർശിനി സൗജന്യ യാത്ര പോലെ തന്നെ തിളങ്ങി നിൽക്കുകയാണ് രമേശ് ചെന്നിത്തലയുടെ ഈ ജനകീയ പോരാട്ടവും. സമൂഹത്തിലാകെ ലഹരിക്കെതിരായ പോരാട്ട സന്ദേശം എത്തിക്കാൻ രമേശ് ചെന്നിത്തലക്ക് കഴിഞ്ഞു. കണ്ണൂരിൽ ആഭ്യന്തരമന്ത്രിക്ക് ഒപ്പം നടക്കാൻ KV സുമേഷ് MLAയും ചേർന്നത് വലിയ സന്ദേശം നൽകുകയും ചെയ്തു. ഈ പോരാട്ടം നാടിനു വേണ്ടിയാണെന്ന് KV സുമേഷ് MLAയും. തീർച്ചയായിട്ടും ഇത് കേരളത്തിൻ്റെ ഒരു പൊതുകാര്യമല്ലേ. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞ പോലെ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് നല്ലതുപോലെ ഈ ലഹരി എന്നത് കേരളത്തെ വിഴുങ്ങുന്ന ഒരു വലിയ മാഫിയ സംഘത്തെ അമർച്ച ചെയ്യാനുള്ളൊരു നീക്കമാണ് ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല സാറുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടക്കുന്നത്. അത് കേരളത്തിൻ്റെ ഒരു എല്ലാവരും ചേർന്ന് കൂട്ടായി ഏറ്റെടുത്ത് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും. എല്ലാവരും ഒന്നിച്ച് നിൽക്കണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. KV സുമേഷ് MLAയെ പ്രത്യേകമായി ആഭ്യന്തരമന്ത്രി അഭിനന്ദിക്കുകയും ചെയ്തു. ഞാൻ KV സുമേഷിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അദ്ദേഹം ഈ ചടങ്ങിൽ പങ്കെടുത്തതിന് അദ്ദേഹത്തോട് പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുന്നു. കാരണം അതിലൂടെ സന്ദേശം നമ്മൾ നൽകുകയാണ്. കേരളത്തിൻ്റെ യുവത്വത്തെ രക്ഷിക്കാൻ, കേരളത്തിൻ്റെ യുവാക്കളെ രക്ഷിക്കാൻ, നമുക്ക് രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കാൻ കേരളത്തിന് കഴിയുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കണ്ണൂർ സിറ്റി പോലീസിന്റെ നേതൃത്വത്തിലാണ് കണ്ണൂരിൽ വാക്കത്തോൺ സംഘടിപ്പിച്ചത്. ലഹരിക്കെതിരായ വൻ മുന്നേറ്റമായി ഓപ്പറേഷൻ തൂഫാൻ മാറിയെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ വിജയ് ഭരത് റെഡ്ഡി. ഇതൊരു പോലീസിൻ്റെ പോരാട്ടം മാത്രമല്ല, ജനങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്നാൽ മാത്രം ജയിക്കാൻ പോകുന്ന ഒരു സംവിധാനമാണ് ഈ ഓപ്പറേഷൻ തൂഫാൻ. ഇന്ന് ലൈവായിട്ട് നിങ്ങൾ കാണുന്നുണ്ട്. ഇത്ര ജനങ്ങൾ ഇതിന് സപ്പോർട്ടായിട്ട് ഇന്ന് പറയുകയാണ്. ഇതിൻ്റെ വർക്ക്സ് തൂഫാൻ ഭാഗമായിട്ടുള്ള കണ്ണൂർ പോലീസ് എടുക്കുന്ന വർക്ക് കണ്ടിന്യൂ ആവും. ജനങ്ങളുടെ പിന്തുണ ഇതിലുണ്ട്. ജനങ്ങളുടെ കോപ്പറേഷൻ ഇനിയും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ പോരാട്ടം നമുക്ക് തുടരാം. മാഫിയ സംഘങ്ങളെ തലപൊക്കാൻ അനുവദിക്കാത്ത വിധത്തിലുള്ള ഒരു ജനകീയ മതിലാണ് നമുക്ക് വേണ്ടത്. അതിന് താങ്ങായി രമേശ് ചെന്നിത്തലയെന്ന ഭരണാധികാരിയും ഉണ്ടാകും. ഈ ആഭ്യന്തരമന്ത്രി ആകുന്നതിന് ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ കൂടി ഇതേ കണ്ണൂരിൽ വെച്ച് ഇതിനേക്കാൾ കൂടുതൽ ആളുകളുമായി ഇവിടെ നടന്ന ചരിത്രം കൂടി രമേശ് ചെന്നിത്തലയ്ക്കുണ്ട്. ആ പോരാട്ടം അദ്ദേഹം തുടരുന്നു. ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ ആ പോരാട്ടം തുടരുമ്പോൾ വിജയം കണ്ടേ അവസാനിപ്പിക്കൂ എന്ന് പ്രഖ്യാപിക്കുകയാണ് പോലീസും ആഭ്യന്തരമന്ത്രിയും. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.